ലോകത്തിൽ നമുക്ക് ഒരു ജന്മമുണ്ടായി. ജന്മം എന്ന് പറയുന്നത് ദൈഹിക ജന്മമാണ്. ആ ദേഹജന്മം ഉണ്ടായതിനു ശേഷം ഇന്ദ്രിയങ്ങളിലൂടെ വിസ്തൃതമായിരിക്കുന്ന ഈ ലോകത്തെ നോക്കി കാണുന്നു. ആ കാണുന്നത് പാഞ്ചഭൗതികമായ ഒരു പ്രപഞ്ചത്തെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ദേഹം, ഒരു ഭാഗത്ത് പഞ്ചഭൂതങ്ങൾ, ഇവ രണ്ടും തമ്മിലുള്ള സംസർഗമാണല്ലോ ജീവിതം. അങ്ങനെയാണെങ്കിലും ഈ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവനും ഒരു വാസ്തവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാസ്തവമായിരിക്കുന്ന മഹാവിഷ്ണു അല്ലെങ്കിൽ പരമാത്മ അല്ലെങ്കിൽ പരബ്രഹ്മം അതിൻ്റെ പ്രകടന വിശേഷമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ പ്രകടന വിശേഷത്തിന് വാസ്തവികത്വമില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം ആയിത്തീരുന്ന ആ ആത്മതത്വമാണ് താൻ തന്നെ രചിച്ചിട്ടുള്ളതായ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു നോക്കി ഈ പ്രപഞ്ച വസ്തുക്കളെ മുഴുവൻ കാണിച്ചു തരുന്നത്. ആ നോക്കുന്നവൻ്റെ മഹത്വം കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ച വസ്തുക്കൾ മുഴുവൻ ഉള്ളതായി കാണുന്നത്.